ഹായ്, ഇന്ന് ഒരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കന്യാകുമാരിയിലെ ഒരു മിനി വ്ളോഗ്. കന്യാകുമാരിയിൽ നമ്മൾ വിവേകാനന്ദപ്പാറ കാണാൻ വേണ്ടി പോയതാണ്. വിവേകാനന്ദപ്പാറ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് അവിടെ ഒരു 50 രൂപ ടിക്കറ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 20 രൂപ ടിക്കറ്റും എടുക്കണം. 50 രൂപ ടിക്കറ്റ് എന്ന് വെച്ചാൽ കന്യാകുമാരി പാറ സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനും വരാനും വേണ്ടിയിട്ടുള്ള ബോട്ടിൻ്റെ ടിക്കറ്റാണ് 50 രൂപ. പിന്നെ അതിനുള്ളിൽ എൻട്രി ഫീ ആയിട്ട് 20 രൂപയുണ്ട്. പിന്നെ നമ്മളവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് തിരുവള്ളുവരിൻ്റെ ഒരു പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിമയാണ്. നല്ലൊരു വ്യൂ ആണ്, കടലിൻ്റെ നടുക്കായിട്ടുള്ള ഒരു നല്ല വ്യൂ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യാൻ പറ്റും. ബോട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ സേഫ്റ്റി പേർപ്പസൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ബോട്ടിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്യും. ബോട്ടിൻ്റെ ഉള്ളിൽ ഒരു 500 മീറ്റർ ആ ഒരു യാത്ര തന്നെ നല്ല രസമുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബോട്ടിനുള്ളിൽ എൻട്രി ആയിട്ട് നമ്മളവിടെ ഇരുന്നിട്ട് ബോട്ടിൽ ആ കടലിൻ്റെ ആ ഓളത്തിനനുസരിച്ച് ബോട്ട് ഇങ്ങനെ ബോട്ട് തിരതള്ളി അത് നല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ നമ്മൾ അവിടെ ട്രാവൽ ചെയ്ത് നല്ല കടലിൻ്റെ ചൂടും എന്നാൽ കടലിലെ കാറ്റും അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ഈവനിങ് ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ബോട്ടിൽ ഞങ്ങൾ 3 ബോട്ടൊക്കെയാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതേ സമയത്ത് തന്നെ ബോട്ടിലേക്ക് വരുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന ടൈമിൽ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ബോട്ടിൽ ട്രാവൽ ചെയ്ത് നമ്മളവിടെ പാറയിലെത്തിയതിന് ശേഷം അവിടെ 20 രൂപ ടിക്കറ്റ് എടുത്ത് ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ എൻ്റർ. ചെരുപ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോക്ക് റൂം എന്ന് സെപ്പറേറ്റ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പുറത്താണ് വെച്ചിട്ടായിരുന്നത്. അത് ഞങ്ങൾ വിചാരിച്ച് പാറ ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ പാറ കടലിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കാം പാറയ്ക്ക് അങ്ങനെ ചൂടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു സരസ്വതി മണ്ഡപത്തിലേക്കാണ്. അവിടെ സരസ്വതീൻ്റെ കാൽപാദം നമുക്ക് കാണാൻ പറ്റും. അത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വെളിയിൽ വരും. വെളിയിൽ വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യാൻ പോകുന്നത് വിവേകാനന്ദ പാറയുടെ ഉള്ളിലേക്കാണ്. അതായത് വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിൽ. അതിനുള്ളിലേക്ക് മൊബൈലൊന്നും അലൗഡ് അല്ല. അതിനുള്ളിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വിവേകാനന്ദൻ്റെ വലിയൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഇത് വന്നിട്ട് സൂര്യാസ്തമയ കലണ്ടറാണ്. അതായത് കന്യാകുമാരിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് നമ്മളുടെ സൂര്യാസ്തമയം കാണാൻ പറ്റുക എന്നുള്ളത്. ഞങ്ങളത് കാണണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ ബോട്ടിൽ തിരിച്ച് കന്യാകുമാരി ബീച്ചിലേക്ക് നമ്മൾ വരും. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൂക്കുത്തിയമ്മൻ കോവിലാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകുമ്പോൾ മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യണം. പിന്നെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു ഏരിയയും ഒക്കെ ഉണ്ട്.